പെരുന്നാൾ അവധി അടുത്തതോടെ ഉയർന്ന ടിക്കറ്റ് നിരക്കുമായി എത്തിയിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള എല്ലാ വിമാന കമ്പനികളും. ചില വിമാന കമ്പനികൾ ഈ മാസം 18 മുതൽ തന്നെ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം 27, 28, 30 തീയതികളിലാണ് ഏറ്റവും ഉയർന്ന നിരക്കുകൾ ഈടാക്കുന്നത്. ഈദുൽ ഫിത്തർ തിങ്കളാഴ്ച വരാൻ സാധ്യതയുള്ളതിനാൽ തുടർ ദിവസങ്ങളിൽ അവധി ലഭിക്കുമെന്നും അതിനാൽ കൂടുതൽ പേർ നാട്ടിൽ പോവാൻ സാധ്യതയുണ്ടെന്നും കണക്കിലെടുത്താണ് വിമാന കമ്പനികൾ നിരക്കുകൾ ഉയർത്തുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കത്തിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഈ മാസം 23 മുതൽ തന്നെ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽ 21-ാം തീയതി 53 റിയാലാണ് നിരക്ക്. 28-ാം തീയതി നിരക്ക് 113 റിയാലായി ഉയരുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് 27-ന് 145 റിയാലും 28-ന് 123 റിയാലും 29-ന് 145 റിയാലുമാണ് ഏറ്റവും കുറഞ്ഞ വിഭാഗത്തിലെ നിരക്ക്. കണ്ണൂരിലേക്ക് താഴ്ന്ന നിരക്ക് വിഭാഗത്തിൽ 27, 28 തീയതികളിൽ 98 റിയാലും 29-ന് 86 റിയാലുമാണ്. കൊച്ചിയിലേക്ക് 27, 28 തീയതികളിൽ 98 റിയാലാണ് 5 കിലോ ഹാൻഡ് ബാഗ് മാത്രം കൊണ്ടുപോകാൻ കഴിയുന്ന വിഭാഗത്തിലെ നിരക്ക്. ഒമാൻ എയറിന്റെ 7 കിലോ ലഗേജ് മാത്രം കൊണ്ടുപോകാൻ കഴിയുന്ന വിഭാഗത്തിൽ നിരക്കുകൾ 27-ന് 106 റിയാലായി ഉയരുന്നുണ്ട്. 28-ന് 127 റിയാലാണ് നിരക്ക്. സലാം എയറിന്റെ 5 കിലോ ഹാൻഡ് ബാഗ് മാത്രം കൊണ്ടുപോകാൻ കഴിയുന്ന വിഭാഗത്തിൽ 27-ന് 115 റിയാലാണ് നിരക്ക്. 28-ന് 93 റിയാൽ നൽകേണ്ടി വരും. മറ്റ് ഉയർന്ന വിഭാഗങ്ങളിൽ ഭീമമായ നിരക്കുകളാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.